വെൽക്കം ബാക്ക് ടു അഷൂർ CMA മലയാളം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിബെഞ്ചേഴ്സിനെ കുറിച്ചാണ്. റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് അറിയാൻ കമ്പനിക്ക് ഒരു ഡെപ്റ്റായിട്ട് കമ്പനി എവിഡൻസ് ചെയ്യുന്ന ഒന്നാണ് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും അസറ്റിന്മേലിൽ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അൺസെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഉണ്ട്. ചിലപ്പോൾ 18 മന്ത്സിലേക്കായിരിക്കും, അല്ലെങ്കിൽ 36 മന്ത്സിലേക്കായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും അത് റെഡീം ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് റിഡംഷന് വേണ്ട വാല്യൂ എവിടെ നിന്ന് കമ്പനി കണ്ടെത്തും എന്നുള്ളത് കമ്പനിയുടെ മുമ്പിലൊരു മെയിൻ ക്വസ്റ്റ്യനാണ്. കാരണം ഡിബെഞ്ചർ റെഡീം ചെയ്യുമ്പോൾ അതിന് എവിടെ നിന്നാണ് ആ ഫണ്ട് കണ്ടെത്തുന്നത്, നമ്മുടെ സോഴ്സ് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും റിസർവ് വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ എമൗണ്ട്സ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്. സോ നമ്മൾ ഡിബെഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി റിഡംഷൻ നടത്തുന്ന സമയത്തല്ല, അതിന് മുന്നേ തന്നെ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ പ്രോഫിറ്റ്സും അല്ലെങ്കിൽ ഇത്ര എമൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ആ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ റിഡംഷൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് DRR അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ആ പേയ്മെൻറ്റ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിനകത്ത് കുറച്ച് സെബിയുടെ റെഗുലേഷൻ കാര്യങ്ങളും പറയുന്നുണ്ട്. DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സെബി DRR അക്കൗണ്ട് മാൻഡേറ്ററി ആയിട്ടും ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പല ടൈപ്പ് ഓഫ് പ്രൊജക്ട്സിന് എന്തോരം നാൾ വരെ നമുക്ക് DRR അക്കൗണ്ടിലേക്ക് എമൗണ്ട്സ് ഇടാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. സെബി ഓൺ ക്രിയേഷൻ ഓഫ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ കമ്പനി ഹാസ് ടു ക്രിയേറ്റ് DRR ഇൻ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ വിത്ത് മെച്യൂരിറ്റി ഓഫ് മോർ ദാൻ 18 മന്ത്സ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബെഞ്ചേഴ്സ് മോർ ദാൻ 18 മന്ത്സിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനിയല്ല 18 മന്ത്സിന് താഴെയാണ്, ഒരു 1 ഇയറിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ DRR അക്കൗണ്ട് മാൻഡേറ്ററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. അല്ലാത്ത ഏത് സിറ്റുവേഷനിലും 18 മാസത്തിലേക്ക് എക്സീഡ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷനിലും നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ദ ഇഷ്യൂർ മസ്റ്റ് ക്രിയേറ്റ് DRR ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഗിവൺ ബിലോ. താഴെ പറയുന്ന പ്രൊവിഷൻസിനെല്ലാം പ്രൊവിഷനെല്ലാം ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇഫ് ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ പ്രൊജക്ട് ഫിനാൻസ്, DRR ക്യാൻ ബി ക്രിയേറ്റഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. നമ്മളൊരു പ്രോജക്റ്റ് ഫിനാൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് വയ്ക്കുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് വരെ നമുക്ക് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യാം. ആ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് വരെ നമുക്ക് DRR അക്കൗണ്ടിലേക്ക് എമൗണ്ട്സ് ഇടാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ DRR ഇൻ റെസ്പെക്ട് ഓഫ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ഫോർ പ്രൊജക്ട് ഫിനാൻസ് മേ ബി ക്രിയേറ്റഡ് ഐദർ ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഓർ ഹയർ എമൗണ്ട്സ് ഇഫ് പ്രോഫിറ്റ് സോ പെർമിറ്റ്. നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൊജക്ട് ഫിനാൻസിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്ത എമൗണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റിൽ ആയിട്ടോ നമുക്കത് അതിൽ പ്രൊജക്ട് ഫിനാൻസിലേക്ക് വേണ്ടി നമുക്ക് ഇഷ്യൂ ചെയ്യാം. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് PCD എന്ന് പറയുന്നത് പാർട്ട്ലി കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സ്, DRR മസ്റ്റ് ബി ക്രിയേറ്റഡ് ഫോർ ദി നോൺ കൺവെർട്ടബിൾ പോർഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂസ് ഓൺ ദി സെയിം ലൈൻ ആസ് ആപ്ലിക്കബിൾ ഫോർ ഫുള്ളി നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചർ ഇഷ്യൂ. അതായത് നമ്മൾ സാധാ ഇഷ്യൂ ചെയ്യുന്ന നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സിന് എങ്ങനെയാണോ DRRന്റെ എമൗണ്ട് പറയുന്നത്, അതുപോലെ തന്നെയാണ് പാർട്ട്ലി കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സിന്റെ നോൺ കൺവെർട്ടബിൾ ആയിട്ടുള്ള പോർഷൻസിന് വേണ്ടി നമ്മൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് ഇപ്പോൾ നോൺ കൺവെർട്ടബിൾ പോർഷനും നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ DRR നമ്മൾ ശരിക്കുമുള്ള, അതായത് പാർട്ട്ലി കൺവെർട്ടബിൾ അല്ലാതെ നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സിന് വേണ്ടി നമ്മൾ എങ്ങനെയാണോ DRR ക്രിയേറ്റ് ചെയ്യുന്നത് ആ സെയിം മാനേഴ്സ് ആയിരിക്കും ഇവിടെയും ഫോളോ ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇൻ റെസ്പെക്ട് ഓഫ് കൺവെർട്ടബിൾ ഇഷ്യൂസ് ബൈ ന്യൂ കമ്പനീസ് ദ ക്രിയേഷൻ ഓഫ് DRR മസ്റ്റ് കമൻസ് ഫ്രം ദ ഇയർ ദ കമ്പനി ഏൺസ് പ്രോഫിറ്റ് ഫോർ ദ റിമൈനിങ് ലൈഫ് ഓഫ് ഡിബെഞ്ചേഴ്സ്. ഒരു പുതിയ കമ്പനിയാണ് നമ്മുടെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാമെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ DRR എപ്പോൾ തൊട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വർഷം തൊട്ടാണോ കമ്പനി പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ വർഷം കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കമ്പനി ഓപ്പറേഷൻസ് ഒക്കെ നടത്തി പ്രോഫിറ്റ്സ് ഒക്കെ ഏൺ ചെയ്യുന്നത് 2021 ആ 21 ഇയർ തൊട്ടായിരിക്കും നമ്മൾ ഡിബെഞ്ചേഴ്സ് DRR അക്കൗണ്ടിലേക്ക് പോർഷൻസ് അല്ലെങ്കിൽ സർട്ടൻ പോർഷൻസ് ഓഫ് റിസർവ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് മാറ്റി വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DRR shall be treated as part of general reserve for consideration of bonus issue
ബോണസ് ഇഷ്യൂ പ്രപ്പോസൽ ആൻഡ് ഫോർ പ്രൈസ് ഫിക്സേഷൻ റിലേറ്റഡ് ടു പോസ്റ്റ് ടാക്സ് റിട്ടേൺ. നമ്മൾ DRRലെ എമൗണ്ട് നമ്മൾ ജനറൽ റിസർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ജനറൽ റിസർവ് പോലെ തന്നെ ഒരു റിസർവ് ആണ് ഇതും. അപ്പോൾ നമ്മളത് ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ടാക്സ് റിട്ടേണിന് പ്രൈസ് ഫിക്സേഷൻ, പോസ്റ്റ് ടാക്സ് റിട്ടേണിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രൈസ് ഫിക്സേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആ പ്രൈസിൻ്റെ എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ DRR അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യും. അടുത്ത പോയിന്റ്, കമ്പനി മസ്റ്റ് ക്രിയേറ്റ് DRR equivalent to 50% ഓഫ് ദി എമൗണ്ട് ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ബിഫോർ ഡിബഞ്ചർ റിഡംഷൻ കമൻസ്. നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ കമൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഡിബഞ്ചർ ഇഷ്യൂ, ഇപ്പോൾ നമ്മൾ 5 ലക്ഷം ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, നമ്മൾ റിഡീം ചെയ്യുന്നത് 2 ലക്ഷം ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷം റിഡീം ചെയ്യുന്ന വാല്യൂ ആയ 2 ലക്ഷം ഡിബഞ്ചേഴ്സിൻ്റെ 50% എമൗണ്ട് എങ്കിലും നമ്മൾ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് 2 lakh ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1 lakh ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എങ്കിലും നമ്മൾ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. Only after the company has actually redeemed 10% of the debenture liability, drawal from DRR is permissible only after the company has actually redeemed 10% of the debenture liability. അതായത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ 50% നമ്മൾ കമ്പൽസറി ആയിട്ടും DRR അക്കൗണ്ടിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, കമ്പനി ഓൾറെഡി 10% ഡിബഞ്ചർ ആദ്യമേ റിഡീം ചെയ്തു. അപ്പോൾ റിഡീം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഇഷ്യൂ വരുന്ന ഒരു സമയത്താണ് നമ്മൾ റിഡീം ചെയ്യുന്ന വാല്യൂവിൻ്റെ 50% എങ്കിലും നമ്മൾ DRR അക്കൗണ്ടിൽ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെബി പറയുന്ന DRR അക്കൗണ്ട്സിനെ കുറിച്ചുള്ള റെഗുലേഷൻസും കാര്യങ്ങളും. ഇനി എന്താണ് DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്തൊക്കെയാണ്, ഇത് എന്തിനൊക്കെ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. DRR is the reserve created out of profits for the purpose of redemption of debentures. ഡിബഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ്, ഡിബഞ്ചർ റിഡംഷന് വേണ്ടി കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്ന് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുന്ന ഒരു റിസർവാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. സെക്കൻഡ് പോയിന്റ്, എ കമ്പനി ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ അഡിക്വേറ്റ് എമൗണ്ട് ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്സ് എവറി ഇയർ ടു ദി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അൺടിൽ സച്ച് ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ്. നമ്മുടെ ഒറിജിനൽ ഡിബഞ്ചേഴ്സ് നമ്മൾ റിഡീം ചെയ്യുന്ന കാലം വരെ, ഫൈനൽ റിഡംഷൻ നടത്തുന്ന അന്ന് വരെ കമ്പനിയുടെ എല്ലാ വർഷവും കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്ന് സർട്ടൻ പെർസെൻറ്റേജ് ഈ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ്, ദിസ് റിസർവ് മസ്റ്റ് ബി ക്രിയേറ്റഡ് ബിഫോർ ദ റിഡംഷൻ സ്റ്റാർട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിഡംഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ ഈ വർഷം നമ്മൾ റിഡംഷൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ തൊട്ടേ നമ്മൾ DRR അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. അടുത്തത്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് മസ്റ്റ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് ആൻ എമൗണ്ട് ഈക്വൽ ടു 25% ഓഫ് ദി വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. മുകളിൽ നമ്മൾ 50% ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഈ 10% ഡിബഞ്ചേഴ്സ് എങ്കിലും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫർദർ റിഡംഷൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ 50% എമൗണ്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര വാല്യൂവിനാണോ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ റിഡംഷൻ ആണോ ഫസ്റ്റ് റിഡംഷൻ ആവാം അല്ലെങ്കിൽ ഫർദർ റിഡംഷൻ ആവാം, ഏത് കേസിലാണെങ്കിലും നമ്മൾ എത്ര വാല്യൂവിനാണോ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാല്യൂവിൻ്റെ 25% ആ വാല്യൂവിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എങ്കിലും നമ്മുടെ DRR അക്കൗണ്ടിൽ ഉണ്ടാവണം. ഓക്കെ, ദിസ് റിസർവ് ഈസ് റിക്വയർഡ് ടു ബി ക്രിയേറ്റഡ് ഓൺലി ഇൻ കേസ് ഓഫ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് നോൺ കൺവെർട്ടബിൾ പോർഷൻ ഓഫ് പാർട്ട്ലി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ, പാർട്ട്ലി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ നോൺ കൺവെർട്ടബിൾ പോർഷനും സാധാ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർവ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഇനി Debenture redemption reserve account appear under the head shareholders fund and subhead reserves and surplus in the balance sheet. After completion of redemption of all the debentures, DRR account is closed by transferring it to general reserve. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കീഴിലോ അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കീഴിലോ ആണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് കാണുക. ഇനി ഫുൾ ഡിബഞ്ചേഴ്സും കമ്പനിയുടെ ടോട്ടൽ ഡിബഞ്ചേഴ്സും കമ്പനി റിഡീം ചെയ്തു, ബാലൻസ് എമൗണ്ട് എന്തെങ്കിലും DRR അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DRR അക്കൗണ്ട് മാൻഡേറ്ററി അല്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒന്ന്, ഫുള്ളി കൺവെർട്ടബിൾ ഡിബഞ്ചർ, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ DRR മാൻഡേറ്ററി അല്ല. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റഡ് ബൈ RBI ആണെങ്കിൽ വേണ്ട. ഡിബഞ്ചേഴ്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ NBFC രജിസ്റ്റേർഡ് വിത്ത് RBI ഓൺ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നമുക്ക് DRR ക്രിയേറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി അല്ല. പിന്നെ 18 മന്ത്സിലെയും അതിൽ താഴെയാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് DRR ക്രിയേറ്റ് ചെയ്യേണ്ട. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിന് അത് ആവശ്യമില്ല.
ഇതാണ് DRR അക്കൗണ്ട്, അല്ലെങ്കിൽ ആ എമൗണ്ട്സ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, എത്ര എമൗണ്ട് കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. നമ്മൾ മിനിമം എത്ര എമൗണ്ട് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. അത് പറയുന്ന അറ്റ്ലീസ്റ്റ് 15% ഓഫ് ദി എമൗണ്ട് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചർ മെച്യൂറിംഗ് ഡ്യൂറിംഗ് ദ ഇയർ എൻഡിങ് ഓൺ 31st day of March നെക്സ്റ്റ് ഫോളോയിങ് ഇൻ എനി വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് നെയിംലി. അതായത് ഒന്നുമില്ല, നമ്മൾ 15% ഓഫ് ദി എമൗണ്ട് എങ്കിലും നമ്മൾ മിനിമം ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഡിബഞ്ചേഴ്സിനെ കുറിച്ച് പറയുന്ന ചെറിയൊരു തിയറീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കൺവേർഷനാണ്. കൺവേർഷൻ പേജ് നമ്പർ 77 കമ്പനി അക്കൗണ്ട്സിൽ 77 പേജ് കിടക്കുന്നതാണ്. കൺവേർഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 12 months താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാസി ഇക്വിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുക. 12 months താഴെയാണെന്നുണ്ടെങ്കിൽ ക്വാസി ഇക്വിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുക. ഇനി 12 months അല്ല 18 months താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ 18 months താഴെ 18 months ബട്ട് ബിഫോർ 36 months ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെഫേർഡ് ഇക്വിറ്റി എന്ന് പറയും. ഇനി 36 months ബിയോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ആൻഡ് കോൾ ഓപ്ഷൻസ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അതാണ് കൺവേർഷനിൽ വരുന്നത്. അങ്ങനെ ഫുള്ളി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് പ്രീമിയത്തിൽ നമുക്ക് ആ കൺവേർഷൻ നടത്താൻ സാധിക്കും. അതാണ് ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷനിൽ പറയുന്നത്. പിന്നെ റോൾ ഓവർ എന്ന് പറയുന്ന കാര്യമുണ്ട്. റോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ ഷെയർസിൻ്റെ സ്ഥാനത്ത് പഴയ ഡിബഞ്ചേഴ്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഇനി സോഴ്സ് ഓഫ് റിഡംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാപിറ്റലിൽ നിന്ന്, അല്ലെങ്കിൽ പ്രോഫിറ്റ്സിൽ നിന്ന്, അല്ലെങ്കിൽ റോൾ ഓവർ അല്ലെങ്കിൽ കൺവേർഷൻ നടത്തിയിട്ടൊക്കെയാണ് നമ്മൾ റിഡംഷൻ നടത്തുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ വരുന്നതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ ദിസ് മെത്തേഡ് ദി എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദി ഫസ്റ്റ് ക്ലാസ് സെക്യൂരിറ്റീസ് വിത്ത് സെക്യൂർഡ് ആൻഡ് ഫിക്സഡ് റിട്ടേൺ. അക്യുമുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ബിക്കം കോമ്പൗണ്ടിങ് റിസൾട്ടിംഗ് ടു പ്രൊഡ്യൂസ് ദി എമൗണ്ട് റിക്വയർഡ് ടു റെഡീം ദി ഡിബഞ്ചേഴ്സ് ഓൺ ദി ഡ്യൂ ഡേറ്റ്. This method of providing funds is also called a debenture redemption fund method. The sinking fund method for redeeming a loan is different from sinking fund method for replacing an asset in the following ways. അതായത് മറ്റൊന്നുമല്ല, നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിഡംഷൻ നടത്തുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സോഴ്സ് നമ്മൾ ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് യൂസ് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം തൊട്ടേ കുറച്ച് എമൗണ്ട് നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റായി നടത്തും. അതിൻ്റെ ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും കോമ്പൗണ്ട് ചെയ്ത് 4th year ആകുമ്പോഴത്തേക്കും നമുക്ക് ഡിബഞ്ചർ റിഡംഷന് വേണ്ടിയിട്ടുള്ള വാല്യൂ ആയിട്ടുണ്ടാവും. ആ എമൗണ്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ നടത്തുക. അതൊരു മെത്തേഡ് ഓഫ് റിഡംഷനാണ്, സോഴ്സ് ഓഫ് റിഡംഷൻ തന്നെയാണ് നമ്മുടെ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഇനി സിങ്കിങ് ഫണ്ട് മെത്തേഡ് നമുക്ക് ഒന്നെങ്കിൽ റീപ്ലേസിങ് എന്താ പറയുക അസറ്റ് റീപ്ലേസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, അതായത് അസറ്റ് റീപ്ലേസ് ചെയ്ത എമൗണ്ടിൽ നിന്ന് ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഇനി നോൺ ക്യുമുലേറ്റീവ് സിങ്കിങ് ഫണ്ട് ഉണ്ട്. ക്യുമുലേറ്റീവ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയോ അത് നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ പറയുന്നത്. ഇനി അടുത്തത് ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ്. അതും പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. Under this method, an insurance policy is required to taken on the redemption of debentures at the end of fixed period. ഫിക്സഡ് പീരീഡിലേക്ക് നമ്മൾ ഇൻഷുറൻസ് നമ്മൾ റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനെയാണ് ആ ഒരു മെത്തേഡ്, ആ ഒരു റിഡംഷൻ ഓഫ് മെത്തേഡാണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. Under this system, the premium is paid regularly in installments and the insurance company in its turn return the total accumulated money at the expiry of the period. നമ്മൾ പ്രീമിയം എമൗണ്ട് റെഗുലറായിട്ട് പേ ചെയ്യുമ്പോൾ നമ്മൾ എന്നാണോ റിഡംഷൻ നടത്തുന്നത് ആ ഇയറിൽ നമുക്ക് ആ ടോട്ടൽ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തിരിച്ചു തരും. ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ റിഡംഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ മെയിനായിട്ട് വരുന്ന തിയറീസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.